എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കൊല്ലങ്കോട്ടേക്ക് ഒരു യാത്ര പോയാലോ? ഇത് പാലക്കാട് ജില്ലയിലുള്ള ചെറിയൊരു ഗ്രാമമാണ് കൊല്ലങ്കോട് എന്ന് പറയുന്നത്. അവിടെ ഫുള്ള് നെൽവയലുകളാണ്. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് നെല്ലിയാമ്പതി മലനിരകളും കാണാൻ പറ്റും. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് കൊല്ലങ്കോട്ടേക്ക് പോയത്. കുതിരാൻ വഴിയാണ് പോയത്. ഞങ്ങൾ ആദ്യം പോയത് ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അവിടേക്ക് പോണ വഴിയിൽ മൊത്തം മാവിൻ്റെ തോപ്പുകളാണ്. ചെറിയ ചെറിയ മാവുകളാണ് അവിടെ. ഇതാണ് ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം. ഇത് വലിയ ആലിൻ്റെ അടിയിലാണ് ഇതിൻ്റെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. ഇവിടെ മൊത്തം ഇതേപോലത്തെ ആലുകൾ തന്നെയാണ് നിൽക്കുന്നത്. അത് കാരണം നല്ല തണലാണ്. കുറേ വേരുകളൊക്കെ ഞാണ്ട് കിടക്കുന്നത് കാണാം ഈ ആലുമ്മൽ. ഇതിൻ്റെ ചുറ്റും അത് നിറയെ മാവിൻ്റെ തോപ്പുകളാണ്. അവിടെയൊന്നും മാങ്ങയൊന്നും കാണുന്നില്ല ഉണ്ടായി നിൽക്കണത്. ഈ അമ്പലത്തിൽ വഴിപാട് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഈ കുട്ടികളാവാത്തവർക്കും വീട് ഇല്ലാത്തവർക്കും തൊഴിലില്ലാത്തവരൊക്കെ വന്നിട്ട് ആ അമ്പലത്തിൻ്റെ വേരുമ്മലൊക്കെ നിറയെ തൊട്ടിലിൻ്റെതും പിന്നെ ചെറിയ വീടുകളും ഒക്കെ മണികളൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള വഴിപാടാണ് ബലി കൊടുക്കലാണ്. ഈ കോഴികളെയും ആടിനെയൊക്കെ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ 2 ആടിനെയൊക്കെ ബലി കൊടുക്കണ കണ്ടായിരുന്നു. എന്നിട്ട് അവർ അവിടെ തന്നെ വെച്ച് കുക്ക് ചെയ്ത് ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പോവുക. ഈ അമ്പലത്തിൻ്റെ ബാക്ക് വശത്തായിട്ട് പാറയുടെ മുകളിലാണ് വീടുകൾ നിൽക്കുന്നത്. 2 വീടാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ബാക്ക് സൈഡിലും വലിയ കുന്നുകളാണ്. അത് നെല്ലിയാമ്പതി മലനിരകളാണ് ആ കാണുന്നത്. നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു അവിടെ. അടുത്തത് ഞങ്ങൾ പോയത് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ്. അത് ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചായക്കടയാണ്. ഈ പനയോല കൊണ്ടൊക്കെ മേഞ്ഞിട്ടുള്ളൊരു ചായക്കടയാണ്. ഈ ചായക്കടയുടെ ഫ്രണ്ടിൽ കൂടിയാണ് ചിങ്ങഞ്ചിറ ആ ക്ഷേത്രത്തിലേക്ക് പോണത്. ഇവിടെ ചായയും സ്നാക്സൊക്കെയാണുള്ളത്. മോർണിംഗിൽ ഇഡ്ഡലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അടുത്തതായിട്ട് ഞങ്ങൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അത് അങ്ങോട്ട് പോണ വഴിയിൽ തന്നെയാണ് താമരപ്പാടം എന്ന് പറയുന്ന പാടമുള്ളത്. അവിടെ ഇറങ്ങി. പക്ഷെ ഇപ്പോൾ കൃഷിയുടെ ടൈം അല്ലാത്ത കാരണം കാണാൻ അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കൃഷിയുള്ള ടൈമിൽ അവിടെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അവിടെ ചെറിയ ഓല കൊണ്ടുള്ള ഷെഡൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ കാണാൻ വരുന്നവർക്ക് ഇരിക്കാനുള്ള ചെറിയ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടേക്ക് കിടക്കാൻ എൻട്രി ഫീസൊന്നും മേടിച്ചൊന്നുമില്ല. പക്ഷേ പാർക്കിങ്ങിന് 150 രൂപ മേടിച്ചു. ട്രാവലറായിരുന്നു ഞങ്ങൾ പോയത്. ആ പാടത്തിൻ്റെ ബാക്ക് സൈഡിലും നെല്ലിയാമ്പതി മലനിരകൾ കാണാൻ പറ്റും അവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇടയിലൊക്കെ ഒരേ പനകളും മരങ്ങളൊക്കെ ആയിട്ട് ഭംഗിയായിരുന്നു കാണാൻ. പക്ഷേ കൃഷിയുള്ള ടൈമാണെങ്കിൽ ഒന്നും കൂടെ രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു ആനയുടെ സ്റ്റാച്ചു ഉണ്ട്. അത് മൂടിയിട്ടിരിക്കുകയായിരുന്നു. മഴയൊക്കെ കാരണമായിരിക്കും തോന്നുന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് പോയി. അവിടേക്ക് പോണ വഴിയിൽ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം വണ്ടി പകുതി വഴിയിലിട്ടിട്ട് കുറേ ദൂരം നടക്കേണ്ട വന്നു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക്. പിന്നെ തിരിച്ചു വരാറായപ്പോഴേക്കും സൈഡിൽ കൂടെ വണ്ടി അങ്ങോട്ട് കടത്തി വിട്ടായിരുന്നു. സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ വെള്ളം നല്ല കുറവായിരുന്നു. മഴ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല. അടിയിൽ മാത്രം കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടിക്കെടുക്കണ പോലെ ചെറുതായിട്ട് സൈഡിൽ കൂടെ ഒലിച്ച് വരുന്നുണ്ടായിരുന്നു. അത് കാരണം മുന്നേ ഞങ്ങൾ പോയപ്പോൾ നല്ല വെള്ളമായിരുന്നു. അത് സെപ്റ്റംബർ മാസത്തിലൊക്കെ പോകുമ്പോഴാണ് നല്ല ഫോഴ്സിൽ വെള്ളം വരിക. വെള്ളത്തിൻ്റെ ഫോഴ്സൊക്കെ കുറവായ കാരണം കളിക്കാനൊക്കെ സുഖമായിരുന്നു പിള്ളേർക്ക്.
ഈ വെള്ളത്തിൽ നിറയെ മീനുകളായിരുന്നു. അത് വെള്ളത്തിലേക്ക് കാല് വെക്കുമ്പോഴേക്കും എല്ലാതും വന്ന് നമ്മളുടെ കാലുമ്മ വന്ന് ഇങ്ങനെ കൊത്തി പൊതിഞ്ഞിങ്ങനെ നിൽക്കുകയായിരുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത്. മഴയുള്ള ടൈമിലൊക്കെ ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല, നല്ല ഫോഴ്സിലായിരിക്കും വെള്ളം വരിക. ഇപ്പം മൊത്തം ഡ്രൈ ആയിട്ട് കിടക്കാണ്. വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് വരുന്നവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമാണ് അത്. അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഒരാൾക്ക് 10 രൂപയാണ്. അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ ഞങ്ങൾ ഒരു കളം കാണാൻ വേണ്ടിയിട്ട് കയറി. ഇത് നെല്ലൊക്കെ ഉണക്കി സൂക്ഷിക്കണ സ്ഥലമാണ്. നെല്ലൊക്കെ അവർ ഈ പാറപ്പുറത്തിട്ടിട്ടാണ് ഉണക്കുന്നത്. അതിൻ്റെ ഈ പാറയുടെ അടിയിൽ തന്നെ നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നിന്നാണ് എല്ലാ നെല്ലും കൊയ്ത് മുകളിൽ കൊണ്ടുവന്ന് പരത്തിയിട്ട് ഉണക്കണത്. അവിടെ നിന്ന് നോക്കുമ്പോഴും ആ മല കാണാം. നല്ല വ്യൂ ആണ് അവിടെ. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് അയ്യപ്പൻസ് ഹോട്ടലിലേക്കാണ്. അവിടെ ഒരു ഊണിന് 50 രൂപയാണ് ചാർജ്. സ്പെഷ്യൽ ഫുഡ് വേണ്ടവർക്ക് അതിന് എക്സ്ട്രാ ചാർജ് വരും. അവിടെ നിന്ന് തിരിച്ച് പോരണ വഴിയിലാണ് കുടിലിടത്ത് ഞങ്ങൾ ഇറങ്ങിയില്ല. അവിടെ കുറച്ച് പച്ചപ്പൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവിടേക്ക് എൻട്രി ഫീസ് എന്തോ 20 രൂപയൊക്കെ വേണ്ടി വരും തോന്നുന്നു. അടുത്തത് ഞങ്ങൾ പോയത് മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെയും വലിയ ആൽമരങ്ങൾ തന്നെയാണ് ഫുള്ള് നിൽക്കണത്. ഇടയിലൊക്കെ യാത്രക്കാർക്ക് ഇരിക്കാനുള്ള വലിയ ബെഞ്ചുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കുറേ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഹൃദയം ഫിലിമും വെട്ടം ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനാണിത്. പിന്നെ ഞങ്ങൾ പോയത് വാമല സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. അത് ഈ മലയുടെ മുകളിലാണ് ആ ക്ഷേത്രം ഉള്ളത്. ഈ മല കയറിയിട്ട് വേണം അങ്ങോട്ടെത്താൻ. അവിടേക്ക് പോണ വഴി തന്നെ ഹനുമാൻ പാദം എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ ചവിട്ടിയതാണെന്നാണ് പറയുന്നത്. അത് ചെറിയൊരു കുഴി പോലെ ഉണ്ട് അവിടെ. ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ടുള്ള കാരണം അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഈ അമ്പലത്തിൻ്റെ മുകളിൽ തന്നെ ഒരു വലിയ പാലമരവും ഉണ്ട്. ഇവിടെ കുറേ ഫിലിമുകൾ ഇവിടെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഹൃദയവും പിന്നെ കുഞ്ഞിരാമായണം ആ ഫിലിമൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ അവിടെയും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ഇതിന് ചുറ്റും വാഗമരങ്ങൾ കുറേ നിൽക്കുന്നുണ്ടായിരുന്നു. ഒക്കെ നല്ല പൂത്ത് റെഡ് കളറായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു ദിവസത്തേക്കൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. പാലക്കാട് കൊല്ലങ്കോട് ഇത്രയും സ്ഥലങ്ങൾ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്ത് പോരാൻ പറ്റും. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക.